ലക്ക് ടൈമർ സെറ്റ് ചെയ്യുന്നത് ഇതാണ് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ടൈമും ഡേറ്റൊക്കെ തെറ്റിക്കിടക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് ഈ ക്ലോക്കിൻ്റെ ചിഹ്നമുള്ള അവിടെ പ്രസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 8/5/2025 ഉള്ളത്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ ആരോ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ 0 അടുത്ത ഡിസ്പ്ലേയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 8 ഇത് 7-ാം തീയതി ആണെങ്കിൽ 7ലേക്ക് മാറ്റിയിട്ട് ഇത് ചെയ്താൽ മതി. ഇപ്പോൾ 8 തന്നെയാണ്. ഈ 8/5 മാസമാറ്റങ്ങൾ ഇവിടെ മാറ്റുക, വർഷം മാറ്റങ്ങൾ. ഇതിപ്പോൾ 2025 ആയതുകൊണ്ടാണ് ഇത് വെച്ചിരുന്നത്. 2026 ആണെങ്കിൽ ഇങ്ങോട്ട് ചെയ്യണം. അപ്പോൾ 25 ഓക്കെ 2025. അതിനുശേഷം ഈ എൻ്റർ പ്രസ് ചെയ്യാം. എൻ്റർ. അപ്പോൾ ഇന്നത്തെ ടൈമാണ്. ടൈം ഇപ്പം 17 18 ആയിട്ടുണ്ട്. 18 ആക്കുക. ഇങ്ങോട്ട് തന്നെ ഇതാക്കിയിട്ട് ഇത് 18 ആക്കുക. ഇത് 0 ആക്കുക. ഓക്കെ 18. എന്നിട്ട് ഒന്നുകൂടി പ്രസ് ചെയ്യാം. ഡേ ഏതാ വ്യത്യാസം എന്ന് വെച്ചാൽ ഈ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. അപ്പോൾ ഈ മാറ്റിയാൽ ഫ്രൈഡേ, സാറ്റർഡേ. അപ്പോൾ നമുക്ക് തേഴ്സ്ഡേയിൽ സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇതൊന്നുകൂടി പ്രസ് ചെയ്യാം. ഇപ്പോൾ 24 ക്ലോക്കിലാണ് വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 12 ഇതിൽ 24 ശേഷം. എന്നിട്ട് അതിന് ശേഷം ഇത് ഓക്കെ ആക്കിയതിന് ശേഷം ഇതൊന്ന് ലോങ് പ്രസ് ചെയ്യാം. എസ്കേപ്പ് ബട്ടണാണ്. ഓക്കെ, നമ്മളിപ്പോൾ നേരത്തെ 18 സെറ്റ് ചെയ്തപ്പം ആ ടൈം ഇവിടെ വന്നു. ഇനി നമുക്ക് ഓൺ ഓഫ് ടൈമാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പ്രോഗ്രാം സെറ്റ് ചെയ്യണം. പ്രോഗ്രാം അടിക്കുക. പ്രോഗ്രാം 1, 2 പ്രോഗ്രാമാണ് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുക. പ്രോഗ്രാം 1 നമുക്കൊരു പ്രോഗ്രാം മാത്രം ആവശ്യമുള്ളതുകൊണ്ട് എൻ്റർ അടിക്കുക. ഡേ ഇതിപ്പോൾ നമുക്ക് എല്ലാ ഡേയിലും ഓൺ ഓഫ് ആവണം. അപ്പോൾ ഒന്നും ചെയ്യേണ്ട, എൻ്റർ അടിക്കുക. സെറ്റിങ്സ് 1, കുറേ സെറ്റിങ്സ് ഉണ്ട്, നമുക്ക് ഒന്ന് മാത്രം മതി. ഓക്കെ എൻ്റർ അടിക്കുക. ഇനി ഇവിടെ നമുക്ക് ഓൺ ഓഫ് ആവേണ്ട ടൈം സെറ്റ് ചെയ്യാം. ഇനി ഇതിപ്പോൾ രാത്രി 6 മണിക്ക് 6:30 ഓണാണോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 18:30 ആക്കുക. ഒന്നും കൂടെ പ്രസ് ചെയ്യാം. ഇനി ഓഫ് ആവേണ്ട ടൈമാണിത്. രാവിലെ 6:30 ഓഫ് ആവണം. എന്നിട്ട് പ്രസ് ചെയ്യാം. അതിൽ 2 വന്നു. അപ്പോൾ ഞാൻ ലോങ് പ്രസ് ചെയ്യാം. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇതിന് രാത്രി 6:30 ഓണാവും, രാവിലെ 6:30 ഓഫ് ആവും.